കറണ്ട് ഇല്ല കേട്ടോ ഗൈസ്. പുഴ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് കയറി ഇളക്കാൻ പറ്റത്തില്ല. ഇളക്കിയാൽ ഇതെല്ലാം കൂടി പൊടി ആയി പോവും. അതുകൊണ്ട് നല്ലൊരു മീൻ മസാലക്കറിയാണ് ഞാൻ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നേരമായി ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട്. അപ്പൊ കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് നമ്മളെ കറണ്ട് പോയി. ഇവിടെ എപ്പോഴും ഒരു കറണ്ട് പോക്കാണ്, ഭയങ്കര പ്രശ്നം കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നല്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മീൻ എന്ന് വെച്ചാൽ നമ്മുടെ പുഴ മീനാണ്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അവിടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ രണ്ട് തലയുണ്ട്. ഒരു തല നടുക്ക പീസാക്കിയതാണ്. അപ്പൊ 2 കഷ്ണമുണ്ട്. പിന്നെ കുറച്ച് പീസും ഉണ്ട്. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നാകെ ആക്കുന്നില്ല, അപ്പൊ ഇച്ചിരി ആക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യേണ്ട മുളക് പൊടിയൊന്നും ഇതിന് ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ഇനി മുളക് പൊടി തേച്ച് പിടിപ്പിക്കാം ഗെയ്സ്. ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതിനകത്തില്ല വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വിനാഗിരിയിലെ വെള്ളമാണ്. ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ മണം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് വേണം ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ മീനിന്റെ പേരറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇതിന്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പുഴ മീനാണെന്ന് അറിയാം. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മള് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ മീൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് മോശമായ എണ്ണയൊന്നും അല്ല, ഇന്നലെ ഫ്രൈ ചെയ്തതല്ലേ, അതുകൊണ്ട് അത് കളയണ്ടെന്ന് വിചാരിച്ച് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഫസ്റ്റ് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വറുത്തെടുക്കാം. അതിനുശേഷം തലേൻ്റെ 2 പീസ് വറുത്തെടുക്കാം. ഒന്നിച്ചെല്ലാം കൂടി വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം മീനിൻ്റെ കഷ്ണമെല്ലാം വറുത്തെടുക്കാം, പിന്നെ തല വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ ആദ്യം തന്നെ മീനിൻ്റെ പീസൊക്കെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ. അപ്പം ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മീൻ 2 സൈഡിലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. അതൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൽ തല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീനൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇത്തിരി കരിഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ, അതും മാറ്റിയെടുത്തു. കാരണം തല പൊരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. നേരത്തെ ഒഴിച്ച എണ്ണയൊക്കെ തീർന്നു പോയി കേട്ടോ. അതൊക്കെ മീൻ വലിച്ചെടുത്തു തോന്നുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടാണ് തല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തത്. ഒരു സൈഡ് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തല വേവാൻ ഇത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വെന്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തല കഴിക്കാനും. തലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ.
നമ്മൾ നേരത്തെ മീൻ വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റി വെച്ചത്. എന്നിട്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ പാൻ തന്നെ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ നമുക്ക് അതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വാടി വരുന്നവരെ നമുക്ക് അതിനെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി മിക്സിയിൽ അടിച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സിയിലൊന്നും അടിച്ചില്ല, ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എത്ര മീൻ എടുത്തത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ചധികം മുളക് പൊടി ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ ഇത്രയും മുളക് പൊടിയൊന്നും ചേർക്കലില്ല. അപ്പോൾ നല്ല എരിവൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കാശ്മീരി മുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ മുളക് തന്നെയാണ് ചേർത്തത്. അതുകൊണ്ട് ഇതിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, ഒരുപാട് എരിയോ എന്നൊന്നും അറിയത്തില്ല, മക്കൾ കൂട്ടുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ തക്കാളിയിലും സവാളയിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ ഫ്രൈ ചെയ്ത മീനൊക്കെ ഇതിനകത്ത് ഇട്ടാൽ ഈ പാത്രത്തിൽ പിടിക്കുമോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ ഗ്രേവിയൊക്കെ. ഒരുപാട് വെള്ളമാക്കിയിട്ട് ഉണ്ടാക്കുന്നില്ല, നല്ല മുളകിട്ട് വറ്റിക്കുന്നതാണ്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മീനിലൊക്കെ നന്നായിട്ട് പിടിക്കും. പിന്നെ ഞങ്ങളുടെ കാസർഗോഡ് കറി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരുപാട് വെള്ളം കറി, നീര് കറിയാണ്. നമ്മൾ മുളകിട്ട് കറി ഉണ്ടാക്കുമ്പോഴും ഒരുപാട് ലൂസായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് നിങ്ങളെ പുഴയിൽ നിന്ന് മീൻ പിടിക്കുകയാണോ എന്ന്. അതുപോലത്തെ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കറിയല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 2 കഷ്ണം തലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മീൻ ഇട്ട ശേഷം ഒരുപാട് ഇളക്കരുത് കേട്ടോ. ഇളക്കിയാൽ ഇത് പെട്ടെന്ന് പൊട്ടി അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരുപാട് ഇളക്കിയൊന്നും വേണ്ട. ഈ മസാലയിലേക്ക് ഇട്ടിട്ട് അങ്ങ് പൊത്തി വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ മീനൊക്കെ ഇളകി വേറെ ആയിപ്പോവും, മിക്സ് ആയിപ്പോവും. പിന്നെ കഴിക്കാൻ നേരത്ത് ഒന്നും തന്നെ ഇത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഇളക്കരുത്, ചെറുതായിട്ടൊന്ന് ആ ഗ്രേവിയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതിയെന്ന് തോന്നും. നല്ല കുത്തരി ചോറും നല്ല പുഴമീൻ കറിയും. ഇങ്ങനെ പുഴമീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉറപ്പായിട്ടും ഇതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരികയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പും ഇത് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സൗണ്ടിന് വല്ലാതെ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഇടക്കിടക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അതിലേക്ക് മല്ലിയിലയും കൂടി കഴുകിയിട്ട് മുറിച്ചിടുകയാണ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുഴമീൻ മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് അടിപൊളിയായിട്ടാണ് ഈ കറിയെന്ന്. നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പം ഞാനിതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്കൊന്ന് കഴിക്കാം അല്ലേ? നല്ല ചൂടാണ് കറി. ഞാൻ അറിയാണ്ട് പെട്ടെന്ന് വായിലിടാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് ചൂടുണ്ടെന്ന്. അങ്ങനെ ഊതി ഞാൻ വായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കറി, അടിപൊളി. അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ പിന്നെയും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പുഴമീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.